ഇപ്പൊ എങ്ങനെയുണ്ട് ഓർമ്മളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ എന്താന്ന് അമ്മേ പറയണ്ടേ? തലയെല്ലാം ആകെ പെരുത്തിരിക്കുക, കൈ രണ്ടും ദേ പൊള്ളിയിരിക്കുന്നു. സത്യത്തിൽ ഞങ്ങൾക്ക് എന്താ സംഭവിച്ച അമ്മേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ശരിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നില്ലേ? എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയേ? എന്നും പറഞ്ഞ കൈ എന്തിനെങ്ങനെ പൊള്ളിച്ചത്? നോക്കിക്കേ, ചുമന്ന് കുമള പോലെയായി. നിങ്ങളുടെ ഭ്രാന്ത് പോവാൻ ഡോക്ടർ കണ്ടുപിടിച്ച വൈദ്യോ? അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം തല്ലിക്കൊന്നേനെ. അല്ല, എന്ത് നിങ്ങൾക്ക് പറ്റിയേ? വേണ്ടാത്തത് വല്ലതും കഴിച്ചിരുന്നോ? വല്ല ലഹരി പദാർത്ഥങ്ങളോ മറ്റോ? അറിയില്ലേച്ചി, പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. വേറെ എന്ത് ഞങ്ങൾ കഴിക്കാനാ? ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് ആർക്കറിയാം. എന്താണാവോ ഈ വീട്ടിൽ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു ചെറിയമ്മേ? ഉണ്ടല്ലോ വൈദേഹിയുടെ വയറ്റിലൊരു ചെകുത്താൻ. ചേച്ചി, എന്റെ കുഞ്ഞിനൊരു വാക്ക് പോലും പറയാൻ നിൽക്കരുത്. വേറെ ആരെയാ പറയണ്ടേ? അച്ഛനെ അമ്മയും ഈ ചെകുത്താൻ കൊന്നപ്പോ അതൊരു അപകടമാണെന്ന് കരുതി സമാധാനിച്ചു. അത് കഴിഞ്ഞ് അമ്പലത്തില് സുഹാസിനി ചെറിയമ്മയെ കാളകുത്താൻ വന്നു. പോട്ടെ, അതും ഒരു അപകടമാണെന്ന് കരുതി സമാധാനിക്കാന്ന് വെച്ചാ ഒരു കാര്യമില്ലാതെ പെട്ടെന്നല്ലേ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച്. കൈനോട്ടക്കാരി പറഞ്ഞത് ശരിയാ. ഈ അനിഷ്ടങ്ങൾക്കെല്ലാം കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ചെകുത്താനാ. മതി, നിർത്തേടത്തി. ഇനി എന്റെ കുഞ്ഞിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ പിന്നെ ഏട്ടത്തിയാന്ന് ഞാൻ നോക്കില്ല. അതിൽ തെറ്റെന്താ ദേവ? ഉള്ളതല്ലേ അവള് പറഞ്ഞത്. നീ മിണ്ടി പോരുത്. ഞങ്ങളുടെ വായ അടപ്പിച്ചത് കൊണ്ട് മാത്രം നടക്കുന്ന അനിഷ്ടങ്ങൾക്കൊന്നും അവസാനമാവില്ല ദേവ. എന്നാ പിന്നെ നിന്റെ കുഞ്ഞു കാരണം അല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ഭ്രാന്ത് പിടിച്ചു? അത് ഞാൻ പറയണമെന്നുണ്ടോ? പറയണമെങ്കിൽ ഞാൻ പറയാം. സാമ്പ്രാണിപ്പൊടിയിൽ ലഹരി കയറുന്ന പൊടി കലർത്തി അതിൽ നിന്നുള്ള പുക ശ്വസിച്ച അപ്പൊ തന്നെ ഭ്രാന്ത് പിടിക്കും ആർക്കും. സാമ്പ്രാണി പൊടിയിലെ ലഹരി എങ്ങനെ വന്നു ദേവ? വൈദേഹിയുടെ മുടിയിലേക്ക് സാമ്പ്രാണി പുക കൊടുക്കുമ്പോ ആ പുക അവള് ശ്വസിക്കണം. എന്നിട്ട് ഇവൾക്ക് ഭ്രാന്ത് പിടിച്ച് അവള് തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലണമെന്നായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷെ അത് തിരിഞ്ഞ് അവർക്ക് തന്നെ ഫലിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഭ്രാന്ത് ഇവർക്ക് പിടിച്ചു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഇവർ ഒപ്പിച്ചിട്ടുണ്ടാവുമെന്ന്. അത് റിവേഴ്സ് ആയതായിരിക്കുമെന്ന്. അതുപോലെ തന്നെ നടന്നു. പക്ഷെ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. മതി, നിർത്തിക്കേ. അനിയും പറയുന്നത് എന്ത് ശരിവെക്കാൻ ഒരു ചേട്ടൻ. നിങ്ങൾ ആള് കൊള്ളാലോ. സാമ്പ്രാണി പൊടിക്കകത്ത് എങ്ങനെയാ ലഹരി കലർത്തുക? എന്തൊരു വിവരക്കേടാ ഇത്. അപ്പൊ നിങ്ങളൊന്നും കലർത്തിയിട്ടില്ലെന്ന? ഞങ്ങൾ എന്തിനങ്ങനെ ചെയ്യണം ദേവ? നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ശരി, വീണ്ടും ആ സാമ്പ്രാണി പുകച്ച് 3 പേരും കൂടി ആ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയെടുത്ത ഞാൻ. അല്ല, അതെന്തിനാ ദേവ? ഇപ്പൊ ഉണ്ടായൊന്നും പോരെ? ഇനി എന്താ നിന്റെ പ്ലാൻ? ഇതിനെല്ലാം നിന്റെ കുഞ്ഞാണെന്നുള്ളത് മറന്നോണ്ട് എന്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കുന്നു. എന്താ കൗസല്യേച്ചി ഇതൊക്കെ? ഈ വീട്ടിൽ ഇപ്പൊ നിക്കാൻ തന്നെ പേടിയാവോ? അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയമ്മേ? പാവം അമ്മ ഡോക്ടറോട് സംസാരിച്ച് ആ ചെകുത്താനെ കളയാൻ ശ്രമിച്ചതല്ലേ. പക്ഷെ ഈ കുടുംബത്തിന് അടുത്തെങ്ങും നല്ല കാലമില്ല. അത് ഉഴപ്പിപ്പോയെ. ഒരു കാര്യമുണ്ടമ്മേ, ഒരു വട്ടം നടന്നില്ല എന്ന് കരുതി അമ്മ ഇങ്ങനെ അനങ്ങാതെ നിന്നാ ശരിയാവില്ല.
ഇപ്പൊ തന്നെ രണ്ടിലൊന്ന് തീരുമാനിക്കാൻ അമ്മ തയ്യാറായില്ലെങ്കിൽ ഇവിടിനി എന്തൊക്കെ അപകടങ്ങളാണാവോ ഉണ്ടാവുക. മതി ഊർമിളയെടുത്തി. എന്റെ കുഞ്ഞിനോടുള്ള അസൂയ മൂത്ത് അമ്മയുടെ മനസ്സ് നിറയെ വിഷം കുത്തി നിറച്ച് അമ്മയെ കൊണ്ട് വേണ്ട ദിനങ്ങൾ ചെയ്യിക്കാൻ നോക്ക. അമ്മ ഇത് കേട്ടല്ലോ, ഞാൻ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നെന്ന്. അതേ ഊർമിളയെടുത്തി, അത് തന്നെയാ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ 3 പേരും കൂടെ കളിക്കുന്ന കളിയെല്ലാം എനിക്കറിയാം. മാത്രല്ല, ഇനി മുന്നോട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഞങ്ങൾ അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താ പെർമനന്റ് ആയിട്ട് ഭ്രാന്ത് പിടിച്ച് റോട്ടിൽ കിടന്ന് അലയേണ്ടി വരും. നീ വാ വൈദേഹി. അമ്മ എന്തോ ഒന്നും മിണ്ടാത്തെ? അവൻ ഞങ്ങള് വാൺ ചെയ്തിട്ടാ പോയിരിക്കുന്നത്. അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നോർത്ത് സന്തോഷിക്കും. ഊർമിളെ, ദേവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? അവൻ എന്തോ പറഞ്ഞു എന്ന് വെച്ച് അത് വിശ്വസിച്ചുകൊണ്ട് എന്തോ അമ്മ എന്നെ ചോദ്യം ചെയ്യാണോ? ഇനി ഒരു പക്ഷേ അങ്ങനെ വല്ല പ്ലാനും എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം തന്നെ നിങ്ങളോടൊക്കെ ഞാൻ പറയില്ലായിരുന്നു. ആ കുഞ്ഞു വേണ്ടെന്ന് ഇപ്പൊ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്തോ അമ്മേ. അല്ലമ്മേ, ഞങ്ങൾ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുക. എന്നിട്ട് ഞങ്ങളെ തന്നെ സംശയിക്കുന്ന എന്തിനാ അമ്മേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. ഇനി നിങ്ങളുടെ കളികളൊന്നും ഫലിക്കില്ല എന്ന് മനസ്സിലാക്കി ഇതെല്ലാം ഇവിടത്തോടെ നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇവിടുന്ന് പോവാൻ നോക്ക്. തൽക്കാലം പോവുക. പക്ഷേ എന്റെ ജീവൻ അപകടമാണെന്നറിഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. അതെപ്പോഴും ഓർമ്മയിരിക്കട്ടെ. നമ്മുടെ പ്ലാൻ എല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കി അതാ ദേവൻ നമ്മുടെ നേരെ തന്നെ പ്രയോഗിച്ചു. പുക നമ്മുടെ റൂമിൽ വെച്ച് നമ്മളെ തന്നെ ഭ്രാന്തരാക്കി. അല്ല, നമ്മുടെ പ്ലാനിനെ പറ്റി ദേവൻ എങ്ങനെയായിരിക്കും അറിഞ്ഞത്? അവൻ പറഞ്ഞത് നമ്മൾ ഇനി എന്ത് പ്ലാൻ ചെയ്താലും അതവൻ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നല്ലേ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ദേവൻ എങ്ങനെയാ കേൾക്കുന്നേ? ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നതാണോ അതോ മൈക്ക് വല്ലതും വെച്ചിട്ടുണ്ടോ? അത് ചിലപ്പോ നിന്റെ റൂമിൽ കാണും. എന്റെ റൂമിൽ അങ്ങനെയൊന്നും കണ്ടില്ല. നിങ്ങൾ ഇനി എത്രയൊക്കെ തലപുകഞ്ഞാലോചിച്ചാലും ദേവൻ ഇതെങ്ങനെ മനസ്സിലാക്കുന്നെന്ന് നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ലടാ. ഇതിനെക്കുറിച്ച് അത്ര അങ്ങോട്ട് തലപുണ്ണാക്കേണ്ട കാര്യമില്ല. ദേവനുള്ളിടത്തോളം വൈദേഹിക്കൊരാപത്തുണ്ടാവാൻ അവൻ അനുവദിക്കില്ല. എങ്ങനെയോ നമ്മൾ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ പ്ലാൻ തിരിഞ്ഞു ഫലിച്ചത്. ഇനി നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും ദേവൻ അറിയാത്ത രീതിയിൽ വളരെ രഹസ്യമായി വേണം ചെയ്യാൻ. ശരിയാണ്. മറിച്ചായാൽ നിന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ നമ്മളെ പെർമനന്റ് ആയിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടും. മെന്റൽ ഹോസ്പിറ്റലൊന്നും വേണ്ട. ഉടനെ ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കണം. വഴുതനങ്ങ ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? എന്നുവെച്ചാ വൈദേഹിയുടെ നേരെ ബോംബ് എറിയാനാണോ അമ്മയുടെ പ്ലാൻ? അല്ല, വഴുതനങ്ങയ്ക്കകത്ത് ബോംബ് സെറ്റ് ചെയ്യാനാ പ്ലാൻ. ബോംബ് വയ്ക്കാൻ പോകുന്നോ? അത് നിങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ എന്റെ പേര് ദശരഥ രാമവർമ്മ എന്നല്ല. വഴുതനങ്ങയിൽ ബോംബ് വെച്ചിട്ട് എന്ത് ചെയ്യാനാമേ? ഒന്ന് ശരിക്ക് പറഞ്ഞേ. അത്ര എളുപ്പത്തിൽ നിനക്ക് മനസ്സിലായാൽ ഈ വീട്ടിലെ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആവില്ലായിരുന്നു. ബോംബിനകത്ത് വെക്കുന്ന മരുന്ന് വഴുതനങ്ങയ്ക്കകത്ത് തിരികണം. എന്നിട്ട് ആ വഴുതനങ്ങ വൈദേഹിയെ കൊണ്ട് പാചകം ചെയ്യിക്കണം. ബൂം. ഒരൊറ്റ ബോംബ് കൊണ്ട് വൈദേഹി അവളുടെ വയറ്റിലെ ചെകുത്താൻ എല്ലാം മൊട്ടാഷ്. അങ്ങനെയല്ലേ ചെറിയമ്മേ? അതെ ഊർമിളെ, ഈ അടിയോട് കൂടി ഈ വീട്ടിലെ രാജകുമാരി മണ്ണോട് മണ്ണാകണം. നമ്മള് മഹാറാണിമാരാകണം. പക്ഷെ അങ്ങനെ നടക്കണമെങ്കിൽ ദേവൻ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല.
ഉണ്ടെങ്കിൽ എന്തെങ്കിലും മായ ചെയ്ത് അവൻ അവളെ രക്ഷിക്കുമെന്ന് ഉറപ്പല്ലേ? ദേവനെ ഈ വീട്ടിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ആ ബോംബ് നമുക്ക് ഈ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. എന്തൊരു ചതിയെ ഇവള് കാണിക്കുന്നേ. ഈ കൂട്ടരെല്ലാം ഈ കുടുംബത്തിൽ എങ്ങനെ വന്നുപെട്ടു? ഈ കാര്യം എങ്ങനെയെങ്കിലും ദേവനെയും വൈദേഹിയെ അറിയിക്കണം. പക്ഷെ അവനെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കുക? വൈദേഹിയെ വിട്ട് അവനൊരു മിനിറ്റ് പോലും മാറി നിൽക്കില്ലല്ലോ. അതിനൊരു വഴി നമ്മൾ കണ്ടെത്തണം. ഇപ്പം നമ്മുടെ ബിസിനസ് നടത്താൻ ദേവൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മുതലെടുക്കാൻ നോക്കാം. അവിടെ ഫാക്ടറിയില് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. അവനപ്പോ ഇവിടുന്ന് ഓടി അവിടെ എത്തും. തിരിച്ചു വരും മുമ്പ് നമ്മുടെ പ്ലാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഫാക്ടറിയിൽ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടാക്കുക? അതൊക്കെ എളുപ്പമല്ലേ. യൂണിയൻ ലീഡർ മോഹന് ഒരു കെട്ട് നോട്ട് എറിഞ്ഞു കൊടുത്താൽ മതി. പ്രശ്നം സകല വഴികളിലൂടെയും വന്നോളും. വൈദേഹി, എന്താ ദേവേട്ടാ? ദേ നിനക്ക് കൊണ്ടുവന്നതാ ദിവസവും പൂക്കുന്ന വെള്ളപ്പനിനീർ പൂ. നിക്ക് ദേവേട്ടാ, ഈ പൂ ശരിക്കും എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാ അതോ ദേവേട്ടന്റെ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നതാണോ? നീയും നമ്മുടെ കുഞ്ഞും എനിക്ക് എപ്പോഴും ഒരുപോലെ തന്നെയാ വൈദേഹി. അപ്പം നിനക്ക് വേണ്ടി കൊണ്ടുവന്ന അത് നമ്മുടെ കുഞ്ഞിനും കൂടി വേണ്ടിയുള്ളതല്ലേ? എന്നാ ശരി. ഇതെന്തോന്ന് ഈ ഡയറി? ഇതിലെന്താ വൈദേഹി? ഈ ഡയറി ദേവേട്ടൻ എനിക്ക് സമ്മാനിച്ചപ്പോ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ വീടിനെ ബാധിച്ച ശാപം നമ്മുടെ കുഞ്ഞാവിയെ നമുക്ക് നഷ്ടപ്പെടുത്തൂ എന്നുള്ള പേടിയൊഴികെ ബാക്കി എല്ലാ പേജുകളിലും സന്തോഷം കൊണ്ട് നിറയ്ക്കണമെന്നാ പറഞ്ഞ്. ഈ അവസ്ഥയില് നമുക്കിടയിൽ സന്തോഷം തരുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാ എന്റെ കുഞ്ഞാവയെ കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓരോ പേജിലും നമ്മുടെ കുഞ്ഞാവയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് സ്വപ്നം കണ്ടുകൊണ്ട് അതിന്റെ അമ്മ എഴുതുന്ന വാക്കുകൾക്ക് മനോഹാരിത കൂടും. ഞാനും കൂടി ഇതിൽ എഴുതാം. ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ആ പേനയും എടുത്തേ. ഇത് വർണ്ണിക്കാനാവാത്ത വിധം അവിസ്മരണീയമായ വിസ്മയമാണ് എൻ്റെ കുഞ്ഞ്. ചിന്തകൾക്ക് പോലും അതീതമായ അത്ഭുതമാണ് എൻ്റെ വാവ. വയറ്റിൽ ചുമക്കുന്നത് അവളുടെ അമ്മയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരെയും കൈവെള്ളയിലെന്ന പോലെ സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ ഈ കുഞ്ഞാവയാണ്. നീ ഞങ്ങളുടെ ജീവനാണ്. യുവർ ഡാഡ് ദേവൻ. ഇതുപോലെ ധാരാളം മതി. നമ്മള് മൂന്ന് വന്ന. എന്നാ ശരി. പടി ഇവിടെ ഒരു സൈൻ ഇട്ടേ. നിങ്ങൾ മൂന്ന് പേരും ഒരു ജീവനാ.
അതുകൊണ്ട് നിങ്ങളിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും ബാക്കി രണ്ടുപേരും ഉണ്ടാവില്ല. അവിടെ ആ പിശാചുക്കളാണെങ്കിൽ അടുത്ത തന്ത്രം മെനയാൻ തുടങ്ങിയിരിക്കുക. ഒരു മിനിറ്റ്. ഹലോ, എപ്പോഴായിരുന്നു? അവിടെ ആരും പേടിക്കാതെ നോക്കണേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാം. എന്തു പറ്റി ദേവേട്ടാ? അവിടെ യൂണിയൻകാർ തമ്മിൽ എന്തോ പ്രശ്ന. ഞാൻ ഫാക്ടറി വരെ പോയിട്ട് വരാം. നീ കെയർഫുൾ ആയിരിക്കണേ. ശരി ദേവേട്ടാ. മോനെ ദേവാ, നീ പോകരുത്. അവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല ദേവാ. ഇതെല്ലാം ആ ദുഷ്ടക്കൂട്ടത്തിന്റെ പദ്ധതികളാ. ഇവിടെ നിന്ന് നിന്നെ മാറ്റിയിട്ട് വൈദേഹി എങ്ങനെയെങ്കിലും അപകടപ്പെടുത്താൻ അവരുടെ പ്ലാൻ. മോനെ ദേവ, പോവല്ലേ. സൂക്ഷിച്ചു പോണേ. ശരി, നീ കെയർഫുൾ ആയിരിക്കണേ. മോനെ ദേവ, പോവല്ലേ. മോനെ ദേവാ, പോവല്ലേ, പറയുന്ന കേക്ക്. അയ്യോ, സന്ധ്യ മയങ്ങി ചന്ദ്രൻ ഉദിക്കാതെ കുഞ്ഞാവയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. വൈദേഹി, അവനോട് പോകല്ലെന്ന് പറ. ചെന്ന് വേഗം പറ മോളെ, പോകല്ലെന്ന് പറ. എന്റെ മഹാദേവ, ഞാനിപ്പോ എന്താ ചെയ്യ? അവരുടെ ഈ ചതിന്ന് എന്റെ മരുമോളെയും കൊച്ചുമോളെയും എങ്ങനെയാ ഞാനൊന്ന് രക്ഷിക്കുക? വഴുതനയ്ക്കൊരു മാറ്റമില്ലല്ലോ. സംശയം ഉണ്ടാവോ? ഒരിക്കലുമില്ല. സംശയിക്കില്ലായിരിക്കും. എണ്ണയിലേക്കിട്ട പൊട്ടില്ലേ? അതെന്താടാ നീ എത്ര നിസ്സാരമായിട്ട് ചോദിച്ചു കളഞ്ഞ്? തിളച്ചു പോകുന്ന എണ്ണയിലേക്ക് ഈ വഴുതനങ്ങ ഇട്ടാ മതി. അപ്പൊ തന്നെ ഇത് പൊട്ടി ഇതിലുള്ള കുപ്പിച്ചില്ലുകളും മൊട്ടുസൂചികളും എല്ലാം കുത്തിക്കേറി അവളുടെ മുഖവും ശരീരവും വയറും എല്ലാം പരിക്ക് പറ്റും. നമ്മളാരും അടുക്കളയിലോട്ട് കേറാതെ സൂക്ഷിക്കണം. ബോംബ് വെച്ചിട്ട് നമ്മൾ തന്നെ ആ പണി ചെയ്യുവോ? അത്രയ്ക്ക് വിവരമില്ലാത്തവരാണോ നമ്മള്? നിനക്ക് വിവരമില്ലല്ലോ. ഊർമിളെ, അങ്ങനെ എന്നെ അങ്ങ് താത്ത് കെട്ടരുത് കേട്ടോ. ആദ്യം വഴുതനങ്ങ വൈദേഹി കൊണ്ട് എങ്ങനെ പാചകം ചെയ്യാന്ന് ആലോചിക്ക. ഇതിൽ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. എണ്ണയിൽ വഴറ്റിയ വഴുതനങ്ങ ദേവൻ ഇഷ്ടമാ. ദേവൻ ഉണ്ടാക്കിക്കൊടുക്കാൻ വൈദേഹിക്ക് നല്ല താല്പര്യമാവും. അപ്പൊ ബോംബ് പൊട്ടും, അവളുടെ ജീവനും പോവും. എന്നെ ഇനി താമസിപ്പിക്കണ്ട. ഇത് കൊണ്ടുപോയി അടുക്കളയിൽ വെക്കാം. നിക്ക് ചെറിയമ്മേ. അതിങ്ങോട്ട് തന്നെ. ഇങ്ങനെ അങ്ങ് കൊണ്ടുകൊടുത്താ ഉണ്ടാക്കാൻ വൈദേഹി വിവരമില്ലാത്തോളല്ല.
ഈ മസാല പുരട്ടിയ വഴുതനങ്ങ കൊണ്ടുപോയി ഓൾറെഡി അടുക്കളയിൽ ഇരിക്കുന്നതിന്റെ കൂടെ വെച്ചാ മതി. പിന്നെ വൈദേഹി എന്നല്ല, ആ ദൈവം പോലും കണ്ടുപിടിക്കില്ല.